വെൽക്കം ടു ഐര ഗ്രാൻഡ്മ ചാനൽ. ഇന്ന് അയരക്കുട്ടി ഇവിടെ സൈക്കിൾ ഓട്ടി നടക്കുന്നുണ്ട്. നമ്മളിന്നൊരു ചെറിയൊരു മാങ്ങാക്കറി, സിമ്പിൾ മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ കടുക്, മുളക്, അതുപോലെ ഉലുവ, കറി ലീവ്സ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ അധികം എരി വേണ്ടാന്ന് വിചാരിച്ചിട്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മാങ്ങ, പിന്നെ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കില്ല, അതുകൊണ്ട് എണ്ണ ഉപയോഗിക്കണം കേട്ടോ. തുടങ്ങാം. അപ്പം ആദ്യം നമുക്ക് ഇതാ ഓയിൽ ഒഴിക്കണം. യെസ്, ഓക്കെ. ഓക്കെ ആണോ എന്ന് ചോദിക്കാം അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉലുവ ഇടണു. അതുപോലെ കുറച്ച് കടുക് ഇടണു. അത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മിളക് ഇട്ട് കൊടുക്കാം. യെസ്, അതിലേക്ക് 2 മിളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടി കഴിഞ്ഞത് ഓഫ് ചെയ്യാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല ഹീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഓഫ് ചെയ്യണു. ഓഫ് ചെയ്ത് അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കണു. 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ല പുകഞ്ഞു തുടങ്ങിട്ട് കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചിടുക, നല്ല ഹീറ്റല്ലേ. ഇട്ടു. അതിലേക്ക് വറ്റമുളക് വരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വിനീഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഭയങ്കര ഹോട്ടാ മോളെ. അയ്യടരുത്. ഓക്കെ, ഗിമി. ഓക്കെ, നമ്മളിതിൽ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഈ വിനീഗർ തിളയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ കേടുവരും. വിനീഗർ തിളയ്ക്കട്ടെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാനിതിലേക്ക് വിനീഗറും കൂടി ആകുമ്പോൾ കുറച്ച് പുളി കൂടുതൽ നിൽക്കും. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണ്ടേ. എന്നിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ. അപ്പം ഇതിൽ ഉപ്പ് ചേർത്തു. ഞാനിതിലേക്കൊരു 150 ഗ്രാം മാങ്ങയാണ് ചേർക്കണത്. അയ്യോ മോളെ, മുളക് പൊടിയാണിത്. 150 ഗ്രാം മാങ്ങയാണ് ചേർക്കണത്. അരുത്, വെയിറ്റ്. രാസക്കുട്ടി നല്ല കുട്ടിയല്ലേ, അതൊന്നും എടുക്കരുത്. വെയിറ്റ്. ഇങ്ങോട്ട് വരും. ലാസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. 150 ഗ്രാം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇവിടെ ഫ്രോസൺ ആണ് കിട്ടുക. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ഇതിൽ ചേർക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൽ മാങ്ങ ചേർത്തു നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, കാരണം കറിവേപ്പില എത്ര ചേർത്താലും ടേസ്റ്റാണ്. നമ്മളിതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവയുടെ പൊടി, അത് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്, ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കായത്തിൻ്റെ പൊടി, അതും ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം.
ചേർത്ത് നല്ലവണ്ണം ഇളക്കി ചേർക്കുക. നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കേട് വരാൻ ചാൻസ് ഉണ്ട്. വെളിച്ചെണ്ണ ആയാലും ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു കാറൽ വരും. അപ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബൈ.